ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. നമ്മൾ ആദ്യമേ ആ കുട്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മളെന്നല്ല, പ്രേക്ഷകർ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളാണ്. അപ്പം നമ്മൾ ഈ സിനിമാ രംഗത്ത് നിന്ന് വരുന്ന ഒരു നായിക ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ചാടായിരിക്കും, അധികം അടുക്കണ്ട. പക്ഷേ നമ്മളവിടെ ഏറ്റവും ചട്ടമ്പി. അതാ, നല്ല രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നല്ലോ ആ സീരിയൽ. അപ്പോൾ ഇവരൊക്കെ പുറത്തിരിക്കുമ്പോൾ ഇവരെ അടുത്ത് വന്നിട്ട് ഈ പിള്ളേർ ഓട്ടോഗ്രാഫി വയ്ക്കും. അപ്പം നമ്മളെന്നും ആർക്കും അറിഞ്ഞൂടില്ല. അപ്പം നമ്മളിങ്ങനെ എവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താ ആരാണെന്ന് പിടിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ അടുത്ത് കൊണ്ടുവരും, നമുക്ക് വിഷമാവേണ്ടത് അങ്ങനെ ഓട്ടോഗ്രാഫ് വഴി. എനിക്കത് ഓട്ടോഗ്രാഫിലാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഓട്ടോഗ്രാഫ് ഇട്ടു തുടങ്ങിയത്. ഹായ്, ഹലോ, വെൽക്കം ടു അറോറ മീഡിയ. ഇന്ന് നമ്മുടെ കൂടെയുള്ള മിനി സ്ക്രീനിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. പവിത്രം, മാംഗല്യം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സീരിയലുകളുടെ ഭാഗമായ സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ചേട്ടാ, വെൽക്കം. താങ്ക് യു. ഈ പുതിയതായിട്ട് നമ്മുടെ ഈ അഭിനയത്തിലേക്ക് വരുന്നവരോട് എന്താണ് ഒരു പറയാൻ പറ്റുന്ന ഒരു അഡ്വൈസ്? ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചേട്ടൻ എന്താ പറയാൻ പറ്റുന്നത്? അല്ല, നമ്മളെ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് നമ്മുടെ വന്നൊരു പാഷൻ ഇന്നെത്ര പുതിയ ആൾക്കാർക്കുണ്ടെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ രണ്ട് വഴക്ക് കിട്ടിയാലും നമ്മളെ അവഗണിച്ചാലും ഒക്കെ നമ്മൾ നിൽക്കുമായിരുന്നു. അത് പഠിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു ഫെയിം ആയി കഴിഞ്ഞു, ഇഷ്ടംപോലെ സാധ്യതയല്ലേ ഇന്ന്. ഇപ്പം ഇൻസ്റ്റാഗ്രാമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, എല്ലാത്തിലൂടെയും ഫെയിം ആവാം. അപ്പോൾ ഫെയിം അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ആ കഥാപാത്രം, അതിൻ്റെ സ്വഭാവം, ആ കഥാപാത്രം എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പലരും വരുന്നു, ഒരു ഫെയിം കിട്ടുന്നു, പോകുന്നു. അത് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊന്ന് ബാക്കി ഫീൽഡ് പോലെ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ പൈസയും ഫെയിമും ഒരുപോലെ വരുന്നൊരു ഫീൽഡാണ്. അപ്പം ആൾക്കാർ തിരിച്ചറിയും, അതൊരു വലിയൊരു സംഭവമാണ്. അതെ, അപ്പൊ അത് കിട്ടുമ്പോൾ അവരങ്ങ് പോകും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും വരും. ടൈം പാസ് പോലെ. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നതുകൊണ്ടാണ് മെയിൻലി അങ്ങനത്തെ ഒരു ആയിരിക്കാം. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ പക്ഷേ 3 മണിയൊക്കെ വീണ്ടും ആരൊക്കെ റീലായിട്ട് എടുത്തിട്ടുണ്ട്. അല്ല, അതാ എനിക്ക് തോന്നുന്നു പഴയതൊക്കെ ഇപ്പൊ റിഫ്രഷ് ആയിട്ട് വരുന്ന റീലായിട്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. നമ്മൾ അഡാപ്റ്റ് ആകണം, ടെക്നോളജിക്കലി അഡാപ്ഷൻ വേണം. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? ഇല്ല, നമ്മൾ ഈ ഇപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ സാങ്കേതിക വിദ്യയും ഓരോ ടൈപ്പ് മീഡിയയും വരും. അത് ഇനിയിപ്പം കുറച്ച് മാറും, വേറെ എന്തെങ്കിലും വരും. ഇപ്പൊ വെബ് സീരീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, സീരീസിന്റെ ഒരു കാലഘട്ടം. അതുപോലെ കുഞ്ഞു സാധനങ്ങൾ, കണ്ടന്റ് വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അതുപോലെ വരും. അതുപോലെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ അകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ പോലുള്ളവരുടെ മുന്നിലുള്ള വെല്ലുവിളി. മക്കൾക്ക് അഭിനയത്തിനോട് താല്പര്യം ഇല്ല, ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും കുഴപ്പമില്ല. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചാൻസസ് കൊടുക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു സ്കോപ്പ് ഇല്ല. അങ്ങനെ ഞാൻ മോൾക്ക് ഒട്ടും താല്പര്യമില്ല, മോൾക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം പുള്ളിക്കാരി വരയ്ക്കും നന്നായിട്ട്, വരയ്ക്കും. പിന്നെ പുള്ളിക്കാരിക്ക് റീഡ് ചെയ്യുക, അതൊക്കെയാണ് കൂടുതൽ. ബുക്സ് വായിക്കണം. മോന് 1ാം ക്ലാസ്സിലേ ആയുള്ളൂ. അവൻ ഡാൻസ് ഒക്കെ ചെയ്യും. വേറെ അങ്ങനെ ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും. ചേട്ടൻ ഈ നടനായില്ലായിരുന്നെങ്കിൽ എന്തായേനെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാനൊരു സത്യസന്ധ കള്ളനായിരുന്നു. അങ്ങനെയല്ല, എന്നാലും ഒരു പാഷൻ വെച്ച് ഇതല്ലെങ്കിൽ നമ്മൾ ബികോം പഠിച്ചു, വല്ല ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അക്കൗണ്ടന്റ് ആയിട്ടിരിക്കും. അത് കിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകും, ജീവിക്കണ്ടേ, എന്തെങ്കിലും പണി ചെയ്യും. ചേട്ടൻ നല്ല അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞ. ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച താരൽ കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറി. ഒരു 5-6 വർഷം അധ്യാപകനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പഠിപ്പിക്കാൻ കയറി, ആങ്കർ ആണ്, നടനാണ്, ക്രിക്കറ്ററാണ്. ക്രിക്കറ്റ് കളിക്കോ? എനിക്ക് വയ്യ. ഇപ്പം കുറെ നാളായിട്ടില്ല. ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു ടീം ഉള്ളതുപോലെ ആത്മയുടെ ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊറോണ
ബിഫോർ കൊറോണ വരെ വളരെ ആക്റ്റീവായിരുന്നു. ഇത് കഴിഞ്ഞു കൊറോണ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ടീമും അങ്ങോട്ട് ഇതാക്കാൻ പറ്റിയിട്ടില്ല. വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്, നടക്കട്ടെ എന്നാണ്. സ്പോർട്സ്മാൻ കൂടെയാണ് ഇപ്പം. ആ ക്രിക്കറ്റ് ഭയങ്കര ആഗ്രഹം, ഭയങ്കര താല്പര്യമാണ്. അപ്പൊ പറയായിരുന്നില്ല ക്രിക്കറ്റർ ആവുമെന്ന്? ആഗ്രഹം ഉണ്ടായിരുന്നു, ക്രിക്കറ്റർ ആവുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇതില്ലെങ്കിൽ ക്രിക്കറ്റർ, അത് അതൊരു കരിയർ അല്ലേ. പക്ഷെ ആ സമയത്ത് ഒരു കിറ്റ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല, പിന്നെ അങ്ങനെ ക്രിക്കറ്റർ ആവും. സ്പോൺസേഴ്സിന് കിട്ടില്ല. അത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത്. അന്നൊന്നും ഇത് പരിപാടിയൊന്നും ഇല്ല. ഞാന് മുഖം രംഗകലാ പഠന സംഘം എന്ന് പറയുന്ന നമ്മുടെ ലാൽ സാറിനെ വെച്ചിട്ട് കർണഭാരം ചെയ്തില്ലേ, പ്രശാന്ത് ഇടയ്ക്ക് പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളിയുടെ മുഖം രംഗകലാ പഠന സംഘത്തിൽ അഭിനയം പഠിക്കാനായിട്ട് പോകുമായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പം അവിടെ നല്ല രസമാണ്, ഇങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച്. ഇതിൻ്റെ കൂടെയാണ് അത്, ഇവിടെ സ്റ്റാച്യൂല സെൻറ്റ് ജോസഫ് സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് സെൻട്രൽ സ്റ്റേഡിയം. അപ്പം ജസ്റ്റ് ഈ പോണ വഴി അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, ട്രയൽസ്. അവിടെ പോയി എറിയുമായിരുന്നു, ബൗൾ ചെയ്യുമായിരുന്നു. അതിന് സെലക്ഷൻ കിട്ടിയതാ സോണിൽ. വീട്ടിൽ മറ്റേ മുഖം രംഗകലാ പഠന സംഘത്തിലേക്ക് പോകുന്ന ആളല്ലേ, അവിടെ പോയി വീട്ടിലെങ്ങനെ പറയും, വീട്ടിൽ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അതൊന്നും അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു. സാധാരണ കുടുംബത്തിലെ ആളാണ് ഞാൻ. മക്കൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. തീർച്ചയായിട്ടും കുറെ അഡ്വാൻറ്റേജും ഉണ്ട്. അതെ അതെ, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ചാൻസ് കുറെ ഉള്ളത് കാരണം ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ ബുദ്ധിമുട്ട്. മുമ്പ് അങ്ങനെയല്ലല്ലോ, കുറച്ച് ഇതാണെങ്കിലും. പക്ഷെ അതൊരു നല്ല പീരീഡ് ആയിരുന്നല്ലേ ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുമ്പോ. അങ്ങനെ പറയുമ്പോ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയും, നമ്മളെ പഴഞ്ചനാണെന്ന് വിചാരിക്കണ്ട. പക്ഷേ എന്തറിയാ, കാരണം പ്രായം അറിയാലോ, എല്ലാവർക്കും അറിയാം. അതായത് പണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇപ്പം ചാനലാണെങ്കിൽ പോലും ദൂരദർശൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന പരിപാടികൾ, സിനിമ, കുട്ടികൾക്കുള്ള പരിപാടികൾ കറക്റ്റ് ആ സമയത്ത് അവിടെ പോയിരിക്കും. റേഡിയോ നാടകങ്ങൾ, അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എണീക്കുന്നതോടൊപ്പം ഓണാവുന്നൊരു സാധനമാണ് റേഡിയോ. അപ്പം പഴയ പ്രഭാതപേരി ഇത് എല്ലാം ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അതിൽ പാട്ടുകൾ, പഴയ മലയാള സിനിമാ ഗാനങ്ങളിൽ എനിക്ക് തോന്നുന്നു പഴയ സിനിമാ ഗാനങ്ങളിൽ അത്യാവശ്യം വരി തെറ്റാതെ എനിക്കറിയാം. പാടാൻ പറയില്ല, അല്ലാതെ ഞാൻ അടുത്ത് ചോദിക്കാൻ വരുമായിരുന്നു. പാട്ടറിയില്ല. ഒരു പാട്ട് ഞാനും കൂടെ പാടാം, ഒരു പാട്ട്, ഒരു മിമിക്രിയൊക്കെ എന്ന് നിർത്തിയതാ. ചേട്ടൻ്റെ ഒരു ടാലന്റ് എന്തെങ്കിലും? എന്താണ് ടാലന്റ്? പാട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ കൂടെ പാടുകയാണെങ്കിൽ പാടാം. ഓക്കെ, ചേട്ടൻ പറയത് വേണമെന്ന്. അല്ല, ഇപ്പോഴത്തെ ഒരു പാട്ട് പറ. ഇപ്പോഴത്തെ അറിയോ, ഞാൻ ഓൾഡ് സ്കൂളാ, കുഴപ്പമില്ല. പറഞ്ഞോ, ഏത് ഇഷ്ടമുള്ള പാട്ട്? ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. കരള പാട്. മുള്ളി നോവിക്കാതെ അരുതാതെ കാത്തു നിന്നു. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. മതി. നല്ല അസലായിട്ട് പാടുന്നു. അങ്ങനെയാണെങ്കിൽ ലിറിക്സ് അറിയാവുന്ന ഒരു പാട്ടും കൂടെ ഞങ്ങൾക്ക് വേണം. ലിറിക്സ് അറിയാവുന്ന, കാരണം നല്ല അസലായിട്ട് പാടുന്നുണ്ട്. മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്ക കുയിലാളേ, നീയെവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, കുഞ്ഞിമണി മാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല. കുഞ്ഞിമണി മാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല. പുന്നാരമോലും നിൻമൊഴി മധുരം എന്നുളങ്കുഴലിലെ തേനിനില്ല. മതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന
മാണിക്യക്കുയിലാളേ നീ എവിടെ നിന്റെ കൂടെവിടെ അടിപൊളി. നീ പാടും പൂമരമെവിടെ. കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ പഠിച്ചിട്ടുണ്ട്? സംഗീത ഭൂഷണം ഭൂഷണം ഏതുവരെ പഠിച്ചു? ഇതൊക്കെ കേട്ട് റേഡിയോയിലൊക്കെ കേട്ടും പഠിക്കണം. അപ്പൊ കഴിവുണ്ട് അതാ പാടാൻ അല്ലേ? താങ്ക് യു. പുതിയൊരു കഴിവ് കണ്ടുപിടിച്ചല്ലേ? ഞാൻ കണ്ടുപിടിച്ചല്ലോ, ഓൾറെഡി അറിയായിരുന്നു എന്ന് എനിക്കറിയാം. അല്ല, റീലൊക്കെ എടുക്കുമ്പോ പാട്ടൊക്കെ പാടി റീൽ ഇടാറുണ്ടോ? ഏയ് പാട്ട് പാടിയതിന്റെ കൂടെ ലിപ്പ് അല്ല, പാട്ട് കൊള്ളാം, സീരിയസ്ലി പറഞ്ഞു, ശരിക്കും കൊള്ളാം. കുട്ടി എന്നെ ഒരു ഗായകനാക്കി മാറ്റല്ലേ? നമുക്ക് കഴിവൊക്കെ കണ്ടുപിടിക്കാനാ ഇഷ്ടം, ഓക്കെ. ഉള്ള കഴിവിനെ കൊല്ലാൻ ഇഷ്ടമല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടൻ, ഇനി ഇതല്ലാതെ ഇനി അപ്കമിങ് എന്തെങ്കിലും പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം ഒരു സമയത്ത് 2 തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ആണ്. ഇതിന്റെ ഇപ്പൊ ഒരു നമുക്കൊരു പവിത്രത്തിൽ അവർ ഒന്ന് ചേരൂ. ആര് പവിത്രത്തിലോ? അവരൊന്ന് ചേരുമായിരിക്കും, പക്ഷെ അവൻ ഒരു തരത്തിലും പിടികൊടുക്കുന്നില്ലല്ലോ. ഒന്ന് ചേരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം വിശ്വന്റെയും ശ്രീജയുടെയും, വിശ്വന്റെ ഭാര്യയായിട്ടുള്ള ശ്രീജയുടെയും ആഗ്രഹം അവരൊന്ന് ചേരണം, നല്ല രീതിയിൽ വരണമെന്നാ. പക്ഷെ അവൻ ചിരിക്കൂലല്ലോ ശ്രീകാന്ത്. അവന്റെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കല്ലേ, ഗുണ്ടല്ലേ. നല്ല പയ്യനാട്ടോ, നല്ല മിടുക്കനായ ഒരു ആക്ടറാണ്, നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ കൂടെ ന്യൂ ഫേസ് ആയിട്ട് പിള്ളേർ അഭിനയിക്കുന്നവർ ഇനിയിപ്പോൾ എൻ്റെ കാണുമ്പോൾ നിങ്ങൾ അവനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞല്ലോ. എല്ലാവരും നല്ലവരാ, പക്ഷെ അവൻ ഒരു പൊടിക്ക് കുറച്ചുകൂടെ നമുക്കൊരു അറ്റാച്ച്മെന്റ് താല്പര്യം തോന്നുന്നൊരു ഇത് കണ്ടന്റ് ഞങ്ങളുടെ ഹെഡ്ലൈൻ. കാരണം അറിയോ, ഒരുപാട് അനിയന്മാര് എനിക്ക് സ്വന്തമായിട്ട് അനിയത്തിയാണ്. അപ്പം ഒരുപാട് അനിയന്മാരെ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് അനിയന്മാരെ ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഫേവറേറ്റ് ഒരാളാണ്. നന്നായിട്ട് കുക്ക് ചെയ്യൂ? അത്യാവശ്യം കുക്ക് ചെയ്യും. വൈഫിനെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്? പിന്നെ വൈഫ് ഇവിടെ ഇല്ല, വൈഫ് ബാംഗ്ലൂരാണ് അവരുടെ ഓഫീസ്, മെക്കൻസി എന്ന് പറയുന്ന ഓഫീസിൽ. അപ്പം പകുതി മാസം അവിടെ ആയിരിക്കും, പകുതി മാസം ഇവിടെ. അപ്പം ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചേട്ടൻ വരുമ്പോൾ ഇവിടെ കാണുമോ? ഇല്ല, ഞാൻ ചില സമയം, അതാ ഞാൻ പറഞ്ഞത്, വല്ലപ്പോഴൊക്കെ അങ്ങനെ മിസ്സിങ് വരും. അപ്പം രണ്ടുപേരും ഇല്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മക്കൾക്ക് ഫുഡൊക്കെ എല്ലാം ഉണ്ട് അവിടെ, എല്ലാം റെഡിയാണ്. ചേട്ടന് ഇഷ്ടമുള്ള ആഹാരം എന്താണ്? ചോറ്, ചക്ക, ചക്കക്കൂട്ടാൻ, ചക്കയിൽ ചക്കയിൽ എന്ത് വെച്ചാലും ഞാൻ ചാടി വീഴും. പിന്നെ ചോറ്, ചക്ക വെച്ചിട്ട് ഇനി ആരെന്നെ വിളിച്ചാൽ ഞാൻ പോവും. ചക്ക ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. ഓ, ചക്ക അത് കൊള്ളാം. നമ്മള് വിക്രത്തിനെ പറ്റി പറഞ്ഞു, വേദയെ പറ്റി എന്താ അഭിപ്രായം? വേദ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യമേ ആ കുട്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മളെന്നല്ല, പ്രേക്ഷകർ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളാണ്. അപ്പം നമ്മൾ ഈ സിനിമാ രംഗത്ത് നിന്ന് വരുന്ന ഒരു നായിക ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ചാടായിരിക്കും, അധികം അടുക്കണ്ട. പക്ഷേ നമ്മളവിടെ ഏറ്റവും ചട്ടമ്പി അതാ. കാരണം നല്ല കുട്ടിയാണ്, നല്ല മോളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവള് വളരെ മനോഹരമായിട്ടല്ലേ ആ ക്യാരക്ടർ ചെയ്യുന്നത്. നല്ല അറ്റാച്ച്മെന്റ്. അത് ദേവിയാണ് ഡബ് ചെയ്യുന്നത്. ദേവിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ലോ, എന്റെ ഭാര്യയുടെ പേരും ദേവി എന്നാണ്. ഞാൻ വിട്ടുപോയി, മറ്റേ ദേവനന്ദയും ദേവാംശം മാത്രമല്ലേ പറഞ്ഞോളൂ. അപ്പം ആ ദേവി വളരെ മനോഹരമായിട്ട് ഡബ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേദ, വിക്രമിന് അവൾക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു മാരേജ് ആണെങ്കിലും അവൾക്ക് ഇഷ്ടമുണ്ട്, ആത്മാർത്ഥമായ ഇഷ്ടമുണ്ടല്ലോ. അപ്പം ആ ഇഷ്ടം അവൻ മനസ്സിലാക്കി അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞു തേങ്ങ ഉടക്കി സാമി അല്ലേ, തേങ്ങ ഉടക്കി വളരെ നല്ല രസമാണ്. കാരണം ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഒരുമിച്ചൊക്കെ. അതുപോലെ തന്നെ ഫുൾ എനർജറ്റിക്കാ പുള്ളിക്കാരി. ഭയങ്കര എനർജി, അത് കുറച്ച് നോളജും ഉണ്ട്. അഡ്വക്കേറ്റ് ആണ്. ഇവിടെ അല്ല, ജനിച്ചതൊക്കെ ഇവിടെയാണ്, നമ്മുടെ കോസ്മോ ഭാഗത്താണ് അവരുടെ. മലയാളിയാ, മലയാളിയാ. പക്ഷെ ആ പുള്ളിക്കാരി വളർന്നതും ഒക്കെ ബോംബെ, ബാംഗ്ലൂർ അവിടെയൊക്കെയാണ്. ബാംഗ്ലൂരാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളം
ചിലത് തിരിയൂല. ഡയലോഗ് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നോക്കും. ആദ്യം നമുക്ക് തമാശയായിട്ട് തോന്നും, പിന്നെ നമുക്ക് മനസ്സിലായി. ചിലത് ഈ മലയാളം പറയാതിരുന്നിട്ട് ചില വാക്കുകൾ കിട്ടത്തില്ല. ചേട്ടന് നമ്മുടെ പണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു പ്രായത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും കണ്ടിരുന്ന ഒരു സീരിയല ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത്, ഒരു 5 ഫ്രണ്ട്സിന്റെ ഒരു സംഭവം. അതില് ചേട്ടൻ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു റോള് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, സന്ദീപ്. അത് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? അത് ആക്ച്വലി എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് അതിൽ ജെയിംസ് എന്ന് പറയുന്ന ക്യാരക്ടർ, രഞ്ജിത്ത് രാജ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ കൺട്രോളർ ജോസ് പേരുൾക്കട അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ആവശ്യപ്പെട്ടപ്പം കിട്ടിയതാണ്. ഈ പിള്ളേരെ സഹായിക്കുന്ന അഡ്വക്കേറ്റ്. നല്ല രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നല്ലോ ആ സീരിയൽ. അപ്പോൾ ഇവരൊക്കെ പുറത്തിരിക്കുമ്പോൾ ഇവരെ അടുത്ത് വന്നിട്ട് ഈ പിള്ളേർ ഓട്ടോഗ്രാഫി ചോദിക്കും. അപ്പം നമ്മളെന്ന് ആർക്കും അറിഞ്ഞൂടല്ലോ. അപ്പം നമ്മളിങ്ങനെ എവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്താ ആരാണെന്ന് പിടിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ അടുത്ത് കൊണ്ടുവരും, നമുക്ക് വിഷമമാവേണ്ടത് അങ്ങനെ ഓട്ടോഗ്രാഫ് വഴി. എനിക്കത് ഓട്ടോഗ്രാഫിലാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പിന്നെ മാറിയില്ല, ഇപ്പൊ സെൽഫിയുടെ കാലം. ഓട്ടോഗ്രാഫ് ഒന്നും ആർക്കും ഓട്ടോഗ്രാഫ്. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാർ, പഴയ ആൾക്കാർ ഓട്ടോഗ്രാഫ് എന്തറിയോ, ഇത് സൂക്ഷിച്ചു വയ്ക്കാം ബുക്കിൽ ഇങ്ങനെ, ഇന്ന ആൾക്കാരുടെ എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ. മറ്റേത് മൊബൈൽ അടിച്ചു പോയാൽ തീർന്നു. പിന്നെ മറ്റേ ഇതിൽ കിടക്കുമല്ലേ, മറ്റേ ഗൂഗിളിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് മിക്ക ആൾക്കാരും മറന്നുപോകും. ചേട്ടൻ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ആത്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടെ അല്ലേ? ഇങ്ങനെ അങ്ങനെ എത്തിച്ചേർന്ന് അതെങ്ങനെയാണ്? ഇത്തവണയാ ഈ 2025 തൊട്ട് 28 വരെയുള്ള കാലഘട്ടത്തിലുള്ള വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അത് വളരെ നല്ലൊരു സംഘടനയാണ്. കാരണം നമ്മൾ പുറത്ത് നിന്ന് സംഘടനയെ നോക്കുമ്പോൾ, സംഘടന ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. എന്ത് ചെയ്തു അങ്ങനെ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ അകത്ത് കയറുമ്പോഴേ മനസ്സിലാവും. നമുക്ക് നേരത്തെ അറിയാം, പക്ഷെ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഒരുപാട് കാര്യങ്ങൾ അല്ല, നമ്മൾ മെമ്പേഴ്സിന് വരുന്ന ഇപ്പം ലൊക്കേഷനുള്ള ഇഷ്യൂസ്, പേയ്മെൻറ്റ് ഇഷ്യൂ ആണെങ്കിൽ, അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യും. പിന്നെ കൈനീട്ടം കൊടുക്കുന്നുണ്ട് ജനറൽ ബോഡിക്ക്, എല്ലാ ജനറൽ ബോഡിക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ചുകൂടെ വലിയ രീതിയിൽ കൊടുക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. അതിൻ്റെ ഫണ്ടിന് വേണ്ടി ഈ വർഷം 2-3 പ്രോഗ്രാംസ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മെമ്പേഴ്സിന് എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു സംഘടന, ഒരാൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ എൻ്റെ പുറകിൽ ഒരു സംഘടന ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ബലമല്ലേ, പവർഫുള്ളാണ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രമല്ല, ഇപ്പം ഇടഞ്ഞു നിൽക്കുന്നവരെയും നമ്മൾ ചേർത്ത് നിർത്തും. അങ്ങനത്തെ ഒരു ഇതിലാണ്. പ്രസിഡന്റ് ഗണേശ് ചേട്ടനാണ്. ഗണേശ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞൊരു പവറാണ് ഗണേശ് ചേട്ടനുള്ളത്. പിന്നെ ദിനേശ് മണിക്കര്, സായൻ ചേട്ടൻ ട്രഷറർ, പിന്നെ കിഷോർ സത്യയുണ്ട്, പിന്നെ മോഹൻ ഐരൂർ, പൂജപ്പൻ രാധാകൃഷ്ണൻ ചേട്ടൻ. ഇവരെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് അവരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെമ്പേഴ്സിന്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് തന്നെ അവർ പറയുന്നൊരു കാര്യം ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യം വരും. എനിക്ക് അതാണ് ഏറ്റവും വലിയ താല്പര്യം. ഞാൻ ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ വാക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പക്ഷെ അതിന് മെനക്കെടണം. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഒരു കോർഡിനേഷൻ. കിഷോർ സത്യയായിരുന്നു ഞങ്ങളുടെ ക്യാപ്റ്റൻ പഴയ. അപ്പം കിഷോറേട്ടൻ അതിനുവേണ്ടി എത്രമാത്രം എഫേർട്ട് എടുത്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനും ചില സമയം കിട്ടുമ്പോൾ ചേട്ടൻ്റെ കൂടെ പല സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരു സ്പോൺസേഴ്സിനെ കണ്ടെത്തുക, പിന്നെ ഓപ്പോസിറ്റ് ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, ഒരു ഗ്രൗണ്ട് കണ്ടെത്തുക, അവിടെ ഞങ്ങൾ ഗ്രീൻഫീൽഡിലൊക്കെ എത്ര കളി കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഗ്രീൻഫീൽഡ് കളിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ചെറിയ കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവർ കളിക്കുന്ന വലിയ ഗ്രൗണ്ടിൽ. അന്ന് ഈ മറ്റേ ടെന്നീസ് ബോളിലല്ലേ കളി, ഈ സ്റ്റിച്ച് ബോളിലേക്ക് കളിക്കണമെന്ന്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, ഹൈദരാബാദ്. സച്ചിൻ ടെണ്ടുൽക്കർ ടോപ്പ് അടിച്ച സ്റ്റേഡിയത്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റേഡിയം ഒക്കെ പോയി. ഇപ്പോൾ സ്റ്റേഡിയമൊക്കെ ഈ വേറെ വേറെ പ്രോഗ്രാമിനൊക്കെ കൊടുത്തിട്ടേ. അതെ, അത് കൃഷ്ണഗിരി കളിച്ചിട്ടുണ്ട്. കേരള ടീമൊക്കെ കളിക്കുന്നത്. ഗ്രീൻഫീൽഡിൽ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. മംഗലപുരം ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ കളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്പോർട്സ്മാനായ ഉള്ളില് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ. അല്ലേ, ഇപ്പൊ കുറച്ച് നാളായിട്ട് ക്രിക്കറ്റ് നിർത്തി വെച്ചേക്കാണ്. തുടങ്ങും, എന്തായാലും കളിക്കും. അപ്പം ഇങ്ങനെ അഭിനയവും സ്പോർട്സും
പിന്നെ പാട്ടും ഉം. എല്ലാം കൂടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ലൈഫ് പോവാം. നന്നായിട്ട് പാടും, പാട്ട് സൂപ്പർ അല്ലേ? ആണോ? അങ്ങനെ എല്ലാം കൊണ്ട് ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു. അപ്പം ഇനി ഫ്യൂച്ചർ പ്രൊജക്ടിന് ഓൾ ദി ബെസ്റ്റ്. പിന്നെ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. തിരിച്ചും എനിക്കും സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു. കാരണം ഞാനൊരു സമയത്ത് അവിടെ ഇരുന്ന ആളാണ്. എനിക്ക് ആ ഒരു ഒരുപാട് കാലഘട്ടം അവിടെ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിന്ന് അവിടെ എത്താം എനിക്കപ്പം. അയ്യോ, ഈസിയാണ്. ശ്രമം ഉണ്ടായാൽ മാത്രം മതി, അല്ലാതെ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. സന്തോഷം.